അമരീ കമരീ ഭാര ഭ്രമരീ മുഖരീ കൃതം ദൂരിതേതു ദുരിതം ഗൗരീചരണ പങ്കജം. സ്വന്തം ഭാര്യയല്ലേ, പിന്നെ എന്നിട്ടാണോ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തത്? അടുത്തു വരുന്നില്ല, കൂടെ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാണ് സ്വാമി നല്ലത്. സൂക്ഷിക്കണം. ഭാര്യയെയോ? അല്ല, മരുന്ന് വളരെ സൂക്ഷിക്കണം. ബുദ്ധിസ്ഥ വ്യക്തിക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത്. ആര് കഴിച്ചാലും ആഗ്രഹം നടന്നേ അടങ്ങൂ. കഴിച്ചയാളിന്റെ മുന്നിൽ അന്യരും ബന്ധുക്കളും പോകാതെ സൂക്ഷിക്കണം. ബന്ധം മറന്നുപോകും. എല്ലാം സ്വന്തമെന്നേ കരുതൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിച്ചോളാം. സംഭവം ഏൽക്കുമല്ലോ. എന്താ സംശയം? അച്ചട്ട. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? പാലിലോ പഴച്ചാറിലോ കൊടുക്കാം, പക്ഷേ കലക്കുമ്പോൾ സൂക്ഷിക്കണം. സുഭദ്രയെങ്ങാനും ഇങ്ങോട്ട് പരത്തോണ്ടോ നോക്കിയേ. കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക്. ഞാൻ പുറത്തു നിന്നോ. പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക. എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈ കൊണ്ട് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വെച്ച് പാലിരിക്കുന്നതിന് നേരെ കുനിഞ്ഞ് നമസ്കരിക്കണം. ഭഗവതി, ഇതോടെ എന്റെ എല്ലാ ഇഷ്ടങ്ങളും സുഭദ്രയെ കൊണ്ട് സാധിപ്പിച്ചു തരണേ. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 2 ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. അയ്യോ അയ്യോ, ചതിച്ചു. നിന്നോട് ആര് പറഞ്ഞു പാലെടുത്ത് കുടിക്കാൻ? എന്താ ഭാവം? ഒരു മുறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா. ഒരു മുறை வந்து பார்த்தாயா. നിങ്ങളെ രണ്ടിനെ ഇന്ന് ഞാൻ. അയ്യോ ഇതെന്താ? അയ്യോ അയ്യോ, ഞാനല്ല കുറ്റവാളി. അയ്യോ കുറ്റവാളി കുറ്റവാളി. എന്നെ വിടരുത്. അയ്യോ പിടിക്കരുത്, എന്നെ പിടിക്കരുത്. അയ്യോ കുറ്റവാളി, എന്നെ അടച്ചിട്ടോളെ. അയ്യോ 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 അയ്യേ അയ്യേ. പൊയ്ക്കോ, ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. എന്തിനാ അമ്മായി? ഞാൻ എന്തിനാ പോണേ? എന്തിനാ എന്നെ പോകാൻ പറയുന്നേ? കൂടുതലൊന്നും പറയണ്ട, പൊയ്ക്കോ. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ കൊണ്ടുവന്ന നാരങ്ങ മുട്ടായി എല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുന്നു. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ.
എന്താ എല്ലാരും കൂടെ? എന്താ കാര്യം? അനിയൻ തിരുമേനി ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ. എന്താ കാര്യം? നേരിട്ട് പറയേണ്ട കാര്യമാണ്. ഒന്ന് നിൽക്കൂ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. എങ്കിലും ഉത്സവം നടത്തിപ്പിന്റെ കാര്യത്തില് എന്തൊക്കെയോ തർക്കങ്ങൾ നടന്നു എന്ന് ഞാനും കേട്ടു. തർക്കമൊന്നും അല്ല തിരുമേനി. ഇപ്പൊ തെമ്മാടിത്തരം കൊണ്ട് ഇറങ്ങിയിരിക്കുക ഉത്സവം മുടക്കാൻ. അതേ തെമ്മാടിത്തരം തിരിച്ചു കാണിക്കാനാണോ പുറപ്പാട്? പിന്നെ കയ്യും കെട്ടി നിൽക്കണമെന്നാണോ? അല്ല, അടിയും അക്രമവും ഒന്നിനും പരിഹാരമല്ലെന്നേ പറഞ്ഞുള്ളൂ. നേരായ വഴിയാണോ? നിങ്ങളുടെ കൂടെ ഉത്സവം നടത്താൻ ഞാനും വരാം. വേണ്ട തിരുമേനി, ഇത് ഞങ്ങൾ നടത്തിക്കൊള്ളാം. ഏതു വർഷത്തെക്കാളും ഗംഭീരമായിട്ട്. ഒന്ന് മാത്രം അനിയൻ തിരുമേനിയോട് പറഞ്ഞേക്ക്. ഇനി ഒരുത്തന്റെ എങ്കിലും മേല് നോവിച്ചാൽ അതിന്റെ ഫലം വളരെ മോശമായിരിക്കും. പോകാം. പ്രസാദം എനിക്കും തരാമോ? പ്രസാദം അകത്ത് കിട്ടും. ഇല്ലിക്കൽ ഭഗവതിയുടെ പ്രസാദം പുറത്തും കൊടുക്കും. എന്നെ അന്വേഷിച്ചോ? എനിക്കൊരു വേളി ആലോചിക്കണം. എന്തായിപ്പോ ഒരു പുതിയ ബോധോദയം? ഒത്തൊന്നിനെ ഇപ്പോഴേ കണ്ടുള്ളൂ എന്ന് കരുതിയാ മതി. എല്ലാം ഒത്തിണങ്ങിയ അങ്ങനെ ഒരു പെൺകുട്ടി ഈ നാട്ടിലെ? ആട്ടെ, ആരാണെന്ന് പറയാ. ഏട്ടനറിയും, സുഭദ്രാമ്മയുടെ മൂത്ത പെണ്ണ്. അത് നായരുകുട്ടിയല്ലേ? നമ്പൂരിമാർക്ക് നായർ ബാന്ധവം നിഷിദ്ധമൊന്നും അല്ലല്ലോ. പക്ഷെ ഒന്നറിയണം, നന്നാവാൻ തീരുമാനിച്ചിട്ട് തന്നെയാണോ ഇത്? ഇല്ലെങ്കിൽ വേണ്ട. അതിന്റെ കണ്ണീരും ശാപവും കൂടെ ഈ ഇല്ലം താങ്ങില്ല. ഏട്ടനൊന്ന് വിളിച്ചു പറഞ്ഞ സുഭദ്രാമ സമ്മതിക്കും. ഞാൻ ചെല്ലട്ടെ? ഭഗവതിയുടെ അനുഗ്രഹം അനിയന് നല്ലത് തോന്നിക്കണേന്ന് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത്. ആട്ടെ, എന്താവോ കുട്ടിയുടെ പേര്? പാർവതി. അമ്മേ, അമ്മേ, ഓടി വന്നേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. വേണ്ടാത്ത ഒരു ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസമൊന്നും ഇതിനകത്ത് പറ്റില്ല. മോഹന്റെ ഒരു കോഴി എന്തൊരു വാസന! ഒന്ന് മറിച്ചില്ലടാ, വേഗം മുരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി വാങ്ങിച്ചോദിക്കാന്ന്. ഒരു 2 എണ്ണം നല്ല ചകചകാനം കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട അടിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടൂ, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞാ ഇത് വില്ലേജ് അല്ലയോ? ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ, മതിയോ? തീപ്പെട്ടിയുണ്ട്. എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടല് പോലെ? ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാഞ്ഞിട്ടാണ്. അതിനെന്താ? അതിനും വഴിയുണ്ട്. നമുക്ക് മണം വരുത്തിക്കളയാം.
എങ്ങനുണ്ട്? ആ ബീർക്കോലി, നീ ആ പെട്ടി മുഴുവൻ കാലിയാക്കിടാ. ഏയ്, ഞാനൊന്നിനും തൊട്ടിട്ടേ ഇല്ല. നീ ആ ഷർട്ട് വെച്ചേ. ഏയ്, ഒന്നുമില്ലെന്നേ. ഷർട്ട് വിടാ. എന്താ ഇങ്ങനെ? നിങ്ങൾ നോക്കിയേ. ഇങ്ങോട്ട് മാറി. ഞാൻ പോവാ, നിങ്ങള് അല്ല, വിടല്ലേ? ആ ഷർട്ടിനകത്ത് കുനിയൻ. അയ്യോ, എല്ലാം അടിച്ചു. ഒരു ഗൾഫ് മുഴുവൻ ഉണ്ടല്ലോടാ. അതെ അതെ, ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ? ഞാൻ വിളിക്ക്. നീ വിളിക്ക്. ഞാനോ? വിളിക്കടാ. ആ, ആഹാ. ചവിട്ടി തുറക്കടാ. ആരാ? ഞാൻ തന്നെ. തുറക്ക്. നല്ല കോലത്തിലാണല്ലോ. നാട്ടുകാർ കാണണ്ട, അകത്തേക്ക് കയറ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രായമായ പെമ്പിള്ളേരുള്ള വീടായത്. കുടിച്ച് കൂത്താടലൊന്നും ഇവിടെ നടക്കില്ല. മാനവും മര്യാദയും കളയാതെ ഇത്രയും കാലം ജീവിച്ചു, പിള്ളേരെയും വളർത്തി. ഇനി ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാനവും മര്യാദയെ പറ്റി നീ പറയാതെ വലിയ ശീലാവധി. ഞാൻ പോയപ്പോ നിനക്ക് എത്രയാണ് കൊച്ചുങ്ങള്? ഒന്ന് എവിടുന്ന് വന്നടി രണ്ടാമത്തെ? നിർത്തുന്നുണ്ടോ? 18 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ഭാര്യയുടെ പാതിവൃത്തി അളക്കാൻ. കേറി പോയില്ലേ അവത്തി രണ്ടും? പറയണോ ഞാൻ പഴയ കഥകളൊക്കെ? വേണ്ട, പറയിക്കണ്ട. കുട്ടികൾക്ക് അച്ഛന് വേണമെന്ന് പറഞ്ഞപ്പോ മുതല് പഴയതെല്ലാം മറന്നുപോയെന്ന് എന്നോട് തന്നെ ഞാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊന്നും മറക്കാൻ കഴിയാത്തത് കൊണ്ടാ ഇന്നും നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കാൻ സാധിക്കാത്തത്. സംശയം ബാക്കി വല്ലതുണ്ടെങ്കിൽ പുലരാൻ നിൽക്കണമെന്നില്ല.